അവന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 30-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴി മാറാത്തതുമായ സിംഹവും. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം. പ്രൈസലോ. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വിവിധ നിലകളിൽ മൃഗങ്ങളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു കാണാൻ കഴിയും. പ്രൈസലോ. സദൃശവാക്യം എന്ന് പറയുന്നത് 31 അധ്യായമാണ്. ഒരു മാസത്തിന്റെ 31 ദിവസവും ഓരോ അധ്യായം വെച്ച് വായിച്ച് പഠിക്കത്തക്ക നിലയിലാണ് ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. വളരെ അറിവും ജ്ഞാനവും വിവേകവും ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ നൽകുന്നതാണ് സദൃശവാക്യത്തിലെ ഓരോ വചനങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് വായിക്കുകയും ചെയ്യണം. പ്രൈസലോ. സദൃശവാക്യത്തിന്റെ പല അധ്യായങ്ങളും പല വാക്യങ്ങളും മനുഷ്യ ജീവിതത്തോട് വളരെ സാമ്യപ്പെടുത്തിയും വളരെ ബന്ധമുള്ളതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന തെറ്റുകളും അവൻ ചെയ്യുന്ന പാപപ്രവർത്തികളെ കുറിച്ച് യഥാർത്ഥത്തിൽ ബോധ്യം വരും. ഈ പുസ്തകം വായിച്ചാൽ മനുഷ്യൻ ഏത് മാർഗം സ്വീകരിക്കണം, ഏത് മാർഗത്തിലൂടെ ജീവിക്കണം എന്നുള്ളതും വളരെ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കാനും സദൃശവാക്യം പ്രയോജനമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഭവനങ്ങളിലുള്ള കുഞ്ഞുകുട്ടികളെല്ലാം എന്ത് ചെയ്യണം? ഈ വചനം വായിക്കണം. മുതിർന്നവരും വായിക്കണം. മുതിർന്നവർ കുഞ്ഞുങ്ങളെ ഇത് വായിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇത് പഠിക്കുവാൻ പ്രേരിപ്പിക്കണം. പ്രൈസലോ. അങ്ങനെയൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് സദൃശവാക്യം. ഈ സദൃശവാക്യം 30-ാം അധ്യായത്തിനകത്ത് അതിൽ 24 തൊട്ട് ഹല്ലേലൂയ താഴോട്ട് വായിക്കുമ്പോൾ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന ചില ഇഴജാതികളെ കുറിച്ചും മറ്റ് മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 24-ാമത്തെ വാക്യം പറഞ്ഞ് ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടുക്കിളിയും രാജാവില്ലെങ്കിലും അതൊക്കെ അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് ഹല്ലേലൂയ പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ ഹല്ലേലൂയ ആമേൻ അരമനയിൽ പാർക്കുന്ന. അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടാണ് 30-ാം വാക്യത്തിലേക്ക് വരും പറയുന്നത് മൃഗങ്ങളിൽ വെച്ച് ഹല്ലേലൂയ ശക്തിയേറിയത്. കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹമാണ്. ഹല്ലേലൂയ. കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ ആനയാണ്. അല്ലേ? ആനയാണ് വലിപ്പം കൊണ്ട് ഏറ്റവും വലിയ ആമേൻ മൃഗം. എന്നാൽ കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് ആരാണ്? സിംഹമാണ്. അതുകൊണ്ടാണ് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം. ഹല്ലേലൂയ. അത്ര ധൈര്യത്തോടുകൂടി നിൽക്കുന്ന, ആരുടെ നേരെ ഏത് സമയത്തും ആക്രോശത്തോടുകൂടി ചാടി വരുന്ന, തന്റെ മുമ്പിൽ വരുന്ന ഇരയെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള ശക്തിയുള്ള അത്ര പ്രഹരമുള്ള ഒരു മൃഗമാണ് സിംഹം എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പൊ ഇവിടെ നാം വായിക്കുമ്പോൾ ഈ സിംഹത്തെ പലപ്പോഴും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃഗങ്ങളുടെ രാജാവ് സിംഹമാണ്. പ്രൈസലോ. സിംഹം ബലശാലിയായ ഒരു മൃഗമാണ്. പ്രൈസലോ. അതിന് നല്ല ജ്ഞാനമുണ്ട്. ശത്രുക്കളെ ആക്രമിച്ച് വീഴ്ത്തുവാൻ തക്കതായ ശക്തി സിംഹത്തിനുണ്ട്. ഹല്ലേലൂയ. അതൊന്നിനും പുറകോട്ട് നിൽക്കുകയില്ല. ഹല്ലേലൂയ. ഒന്നിനും പുറകോട്ട് മാറി നിൽക്കത്തില്ല. അതെപ്പോഴും മുമ്പോട്ട് തന്നെ ഗർജനത്തോടുകൂടി നിൽക്കും. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ നമ്മളിതിനെ പഠിക്കുമ്പോൾ ദൈവമക്കളെ സിംഹത്തോട് ഉപമിച്ചിരിക്കുക. ദൈവമക്കളെ സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പുറകോട്ട് നിൽക്കാതെ, പുറകോട്ട് പോകാതെ, പിന്നോക്കം തിരിഞ്ഞു പോകാതെ മുമ്പോട്ട് തന്നെ ഓടത്തക്ക നിലയിൽ, മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യത്തക്ക നിലയിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? എപ്പോഴും തങ്ങളുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ആമേൻ ശക്തിയോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്തുനിന്ന് ഞാനും നിങ്ങളും പിന്നോക്കം പോകാതെ ശക്തിയോടെ മുന്നോട്ട് കുതിക്കുവാൻ കഴിയണം.
പ്രൈസലോ. സിംഹം ഒന്നിനും വഴി മാറാത്തതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര, സൗരി, നിന്റെ ജീവിതത്തിൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, നീ ആഗ്രഹിച്ച നിലയിലൂടെ നിനക്ക് ഉയരാൻ കഴിയാതെ വരുമ്പോൾ, നീ പ്രതീക്ഷിച്ച വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോൾ, നിന്റെ മക്കളെ കുറിച്ച് നീ ഭാരപ്പെടുമ്പോൾ, നിന്റെ മക്കൾക്ക് നല്ലൊരു ജോലിയില്ലാതെ, നല്ലൊരു ജീവിതമില്ലാതെ നീ ഭാരപ്പെട്ട് കണ്ണുനീർ തൂകുന്ന വ്യക്തിയാണെങ്കിൽ, ഇത് മകൻ പരിശുദ്ധാത്മാവ് പറയുന്നത്, സിംഹം ഒന്നിനും പുറകോട്ട് മാറാത്തതുപോലെ നീ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നം കടന്നു വരുമ്പോൾ, നീ പിന്നോട്ട് തിരിഞ്ഞു പോകാതെ, പിന്നിലേക്ക് തിരിയാതെ, നീ സിംഹത്തെ പോലെ ബലമുള്ള മൃഗത്തെ ആയിരിക്കുന്ന സിംഹത്തെ പോലെ നീ ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിനെ മുഴങ്കാലും മടക്കുന്നെങ്കിൽ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ കീഴടപ്പാനുള്ള ധൈര്യത്തെ, അതിനുള്ള കൃപയെ ദൈവം പകരും. അപ്പൊ സിംഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് മൃഗത്തെയും അത് കീഴ്പ്പെടുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ ശക്തിയുള്ളവരായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും ഭാരപ്പെട്ടു പോകുന്നവരാ, നിസ്സാമി കരയുന്നവരാ, സങ്കടപ്പെടുന്നവരാ. നിങ്ങൾക്ക് പലതിലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു സിംഹത്തെ നോക്കി, അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇര എത്ര വലുതായാലും സിംഹത്തിന് പേടിയില്ല, അത് വഴിമാറി കൊടുക്കത്തില്ല. അത് ശത്രുവിന്റെ തന്ത്രങ്ങളെ കാണുമ്പോൾ, പിശാചിന്റെ തന്ത്രങ്ങളെ കാണുമ്പോൾ, ചെറിയ ചെറിയ ബലഹീനതകളും പ്രശ്നങ്ങളും നിന്റെ കുടുംബത്തിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതിന്റെ മുമ്പിൽ തളർന്നു പോയി, മടുത്തുപോയി, നിരാശപ്പെട്ടു പോയി എന്തൊക്കെ പറഞ്ഞ് നീ പിന്നോക്കം പോകുന്ന ജീവിതത്തെ ഒടുക്കിക്കളയാതെ, നീ തകർന്ന് തരിപ്പണമാകാതെ അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നൊരു ദൃഢവിശ്വാസം നിനക്കുണ്ടാകണം. പ്രൈസറോ. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ശക്തിയുള്ളതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യബന്ധത്തിൽ ആത്മീയാർത്ഥത്തിൽ ചേർത്ത് പഠിക്കുവാൻ ദൈവം നമുക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകുന്നത്. അല്ലേലിയ. അപ്പൊ ഇവിടെ ഒരുവൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, പാപത്തിൽ വീണ് കിടന്ന ജനമാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ വീണ് വെളിച്ചം ജീവിതത്തില്ലാതെ ഇരുളുകൊണ്ട്, കൂരിരുളുകൊണ്ട്, മരണനെഴുതി താടിയിലൂടെ ജീവിതം തകർത്ത് കളയാൻ വേണ്ടി ആയിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ അനുഗമിക്കണം. പിന്നെ നിങ്ങൾ ലോകത്തെ അനുഗമിക്കരുത്, കർത്താവിനെ തന്നെ അനുഗമിക്കണം. അല്ലേലൂയ. രണ്ടാമതെന്ന് പറയുമ്പോൾ അവൻ ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല. കർത്താവിനെ യഥാർത്ഥത്തിൽ സ്വന്തം രക്ഷിതാവുമായി പിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തി ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല. അല്ലേലൂയ. അവന്റെ യാത്ര മുന്നോട്ട് തന്നെയായിരിക്കും. അല്ലേലൂയ. മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അല്ലേലൂയ. നമുക്കറിയാം, സോദോം ഗോമോറയുടെ നാശം ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ ലോത്ത് നീതിമാനായതുകൊണ്ട് ലോത്തിനെ അവിടെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ലോത്തിന്റെ ഭവനത്തിൽ വിട്ട് എത്രയും പെട്ടെന്ന് ഭവനം വിട്ട് പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ എന്ന് പറഞ്ഞു. അല്ലേലൂയ. ദൂതന്മാർ പറഞ്ഞു വാക്ക് കേട്ടിട്ടും ലോത്ത് അനുസരിക്കാതെ വന്നപ്പോൾ, താമസിച്ചപ്പോൾ ലോത്തിനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് പുറത്തിറക്കി അവരോട് വേഗം ഓടിപ്പോക്കോ എന്ന് പറഞ്ഞു, പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. എങ്കിലും പോയ പോക്കിൽ എന്ത് ചെയ്തു? സോദോം ഗോമോറയുടെ മനോഹാരിത കണ്ട് ലോത്തിന്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ഉപ്പ് തൂണായി പോയെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19 വരുമ്പോൾ കാണാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ പിറകോട്ട് നോക്കരുത്. പിറകോട്ട് നോക്കിയാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയതുപോലെ ഒരുപക്ഷെ നാം ഏത് സാഹചര്യത്തിൽ ചെന്ന് വീഴും നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നോട്ട് പോകരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ലോകത്തെ നോക്കി പോകരുത്. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. പിന്നെ നാലാമത്തെ ഒന്ന് പിന്നോട്ട് പോകുകയില്ല, 2 പുറകിലോട്ട് പോകില്ല, 3 ലോകത്തെ നോക്കുകയില്ല. അല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പുറംതിരിഞ്ഞ് ഓടത്തില്ല. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തെ നമുക്ക് ശരിയായ നിലയിൽ പണിതെടുക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ ആത്മീയതയിൽ നിന്ന് തള്ളിയിട്ട് കളയാൻ വേണ്ടിയിട്ട് സാത്താൻ പല പദ്ധതികൾ ആവിഷ്കരിച്ച് നിനക്ക് നേരെ സിംഹം ഗർജിക്കുന്നത് പോലെ അവൻ അലറി വിളിച്ചു വന്നേക്കാം. പക്ഷേ
നീ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ മകളാണെങ്കിൽ ഹല്ലേലൂയ, നീ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. നിന്റെ യാത്ര മുമ്പോട്ട് തന്നെയാ രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സദൃശവാക്യം ഹല്ലേലൂയ 28 വാക്യം, അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാണ്ട്, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. അപ്പൊ ഇവിടെ നീതിമാന്മാരെ കുറിച്ച് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന, യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കള് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അവരെ നീതിമാന്മാര്, അവരെ ബാലസിംഹത്തോട് ആമീൻ ചേർത്ത് പഠിപ്പിക്കുക. ബാലസിംഹം, അവരുടെ ദൈവമക്കൾ ബാലസിംഹം നിർഭയമായിരിക്കുമെന്ന്. വേദപുസ്തകം നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ യഹൂദ ബാലസിംഹം എന്നൊക്കെ കാണുന്നുണ്ട്. സിംഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പല മേഖലയിലും ദൈവമക്കളെ ഈ സിംഹത്തോട് സാദൃശ്യപ്പെടുത്തി അതിന്റെ പ്രവർത്തികളെ കുറിച്ച് വേദപുസ്തകം കാണിക്കുന്നുണ്ട്. അല്ലേ? എല്ലായിടത്തേക്കും നമുക്ക് പോകാൻ കഴിയില്ല. അപ്പൊ യഹൂദ ഒരു ബാലസിംഹമാണ്. അല്ലേലിയ, നീതിമാന്മാര് ബാലസിംഹത്തെ പോലെയാണ്. അപ്പം ദൈവമക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? സിംഹത്തോട് ചേർത്ത് ദൈവവചനം പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ ദൈവത്തിന് വേദപുസ്തകം വായിക്കുമ്പോൾ സാത്താനെ സിംഹം എന്ന് പറയുന്നുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവമക്കളെ സിംഹം എന്ന് പറയുന്ന പോലെ തന്നെ സാത്താനെ സിംഹം എന്ന് പറയുന്നുണ്ട്. അവന്റെ സ്വഭാവം വേറെയാ കേട്ടോ. സാത്താൻ സിംഹമാണെങ്കിലും അവൻ സിംഹത്തോട് ചേർത്ത് അവന്റെ സ്വഭാവം വേറെയാ. അതിനെക്കുറിച്ച് പറയുന്ന 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവൻ സാത്താൻ സിംഹമല്ല, പക്ഷെ അവനെ സിംഹത്തോട് ചേർത്ത, അവിടെ പറയുന്നത് ഇങ്ങനെയല്ലേ നമ്മൾ വായിച്ചിട്ട്? ഹല്ലേലൂയ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പം ദൈവമക്കളുടെ ജീവിതത്തിൽ സാത്താൻ അലറുന്ന സിംഹം പോലെ നിനക്ക് നേരെ അലറി വിളിച്ചു വരാം. ചില ഭവനത്തിലൊക്കെ കാണത്തില്ലേ, ഭാര്യയും ഭർത്താവും കൂടെ പ്രശ്നമുണ്ടാവും, ഭർത്താവ് അലറി വിളിച്ചു വരുന്ന കാണത്തില്ലേ, ഭാര്യ അലറി വിളിച്ചു വരുന്ന കാണത്തില്ലേ? കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയില്? മരുമോൾ അമ്മായിയപ്പനെ വലിയ മടലെടുത്ത് അലറി വിളിച്ചുകൊണ്ട് മകനും കൂടെ കൂടിയടിക്കുന്നത്, മരുമോൾ അമ്മായിയമ്മയെ നിലത്തിട്ട് ഇഴച്ചടിക്കുന്നത്, അമ്മായിയമ്മയുടെ തുണിയെല്ലാം വലിച്ചു ഒരിക്കൽ നമ്മൾ കണ്ടില്ലേ? മരുമോള് അമ്മായിയമ്മയുടെ വളരെ ആക്രോശിച്ചുകൊണ്ട് അവരെ തുണി വരെ പൊക്കി കാണിക്കുന്ന നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത് ചെയ്തൊരു അധ്യാപികയും കൂടാണ്. അല്ലേരിയ. അപ്പൊ ഇങ്ങനെയൊക്കെ പല മേഖല ഇന്ന് പിശാച് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ഇത് മനുഷ്യരിലേക്ക് വരുമെന്ന്. മനുഷ്യനിലേക്ക് ഈ പിശാച് പ്രവേശിച്ചു കഴിയുമ്പോൾ അവന്റെ സ്ഥിതികൾ, രൂപങ്ങൾ, ഭാവങ്ങൾ, അവന്റെ ചിന്തകൾ, പ്രവർത്തികൾ, വാക്കുകൾ, കേൾവികൾ, അവന്റെ ശരീരമാസകലത്തിനും മാറ്റം വരും. അവൻ തന്നെ മാറുകയാണ്. പിന്നിവനാര് അലറുന്ന സിംഹം, പ്രതിയോഗിയെ പിശാച് അലറുന്ന സിംഹമാണ്. ചില ഭവനത്തിൽ കാണത്തില്ല, ചില ദൈവമക്കൾ അലറുന്ന സിംഹം. എന്റെ സഭയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. ആ വിശ്വാസിക്ക് 2 ആൺമക്കളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പിശാച് അലറുന്ന പോലെ ഈ മക്കൾ കിടന്ന് അലറുന്നത്. വിശ്വാസികളാണ് പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന് പറഞ്ഞ പോലെ ദേശത്ത് കിടന്ന് അലറുന്ന അനവധി ആളുകളുണ്ട്. ഈ സഭയിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, സഭയ്ക്കകത്ത് ഒരു കാരണമില്ലാത്ത സഭയ്ക്കകത്ത് പ്രശംസിപ്പിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല. അലറി കരയും ചിലര്. ചില ഭവനത്തിനകത്തൊക്കെ, അല്ലെങ്കിൽ ചില കൂട്ടുകുടുംബത്തിലൊക്കെ അലറുന്ന സിംഹം എന്ന് പോലെ പിശാച് എന്നേക്കാം. അപ്പം പിശാച് പല വിധത്തിലും രൂപം കെട്ടി വരാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ ബാലസിംഹങ്ങളാണ്. ഒന്നിനും വഴി മാറാത്തവരാണ്. മൃഗങ്ങൾ വെച്ച് ശക്തിയേറിയതാണ്. അതുകൊണ്ട് അലറുന്ന സിംഹം എന്ന പോലെ നിന്നെ തകർക്കാൻ വരുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. പിശാചിന് നീ കീഴ്പ്പെടരുത്. പിശാചിന് നീ വിധേയപ്പെട്ടു കൊടുക്കരുത്. അവൻ നിന്നെ പലതും പറഞ്ഞ് മയക്കി നിന്റെ മനസ്സിനെ വശീകരിച്ച് പ്രലോഭനത്തിൽ വീഴ്ത്തി അവൻ നിന്നെ ദൈവത്തിന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിന്നെ ബാലസിംഹത്തെ പോലെ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ,
നീ ഭാരപ്പെട്ടു പോയാൽ ബാലസിംഹങ്ങളും അല്ലെ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നൊക്കെ ദൈവത്തിന് പറഞ്ഞു. അപ്പൊ ഈ ബാലസിംഹത്തെ പോലെ ഇരുന്നാലും അല്ലേറിയ പലപ്പോഴും നമ്മൾ ഭാരപ്പെട്ടേക്കാം. എന്നാലും നീ യഹോവയെ അന്വേഷിക്കുന്നവനാണെങ്കിൽ നീ അവിടെയും പതറിപ്പോകത്തില്ല, രക്തം ചെയ്യും അല്ലേറിയ. അപ്പൊ സിംഹം, നമ്മി സാത്താന് സിംഹം എന്ന് പേരുണ്ട്, അതേ സമയത്ത് നീതിമാന്മാർക്കും സിംഹം എന്ന് പേരുണ്ട് അല്ലേറിയ. അതാണ് നമ്മൾ സദസ്യവാക്കി 28 ഒന്ന് വായിച്ചത് അല്ലേ. അപ്പൊ ലോകപ്രകാരമായ സിംഹമുണ്ട്, ആത്മീയത്വത്തിൽ അല്ലേറിയ മറഞ്ഞിരുന്ന് കണ്ണുകളെ പ്രകാശിപ്പിച്ച് കണ്ണുകളെ അലറിയ അലിയ തുറക്കുന്ന, ആത്മീയ കണ്ണുകളെ തുറക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചില ദൈവമക്കൾ ആത്മീയമായി ബാലസിംഹങ്ങളെ പോലെ ഉണർന്നു വരാറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇരുളിന്റെ അനുഭവത്തിൽ കിടന്നപ്പോൾ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്നപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തൊരു മാറ്റം, വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇരുട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബാലസിംഹങ്ങളെ പോലെ ഒന്നിനും വഴിമാറി കൊടുക്കാത്ത വരവ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ അങ്ങനെ കടന്നു പോകുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴേ നീ ഭാരപ്പെട്ടു പോകരുത്. കുടുംബമാണെങ്കിൽ, വീടാണെങ്കിൽ അല്ലെങ്കിൽ കല ഉടയും. അവിടെ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു വലുതാക്കി അത് വലിയ പ്രഹസനമാക്കി നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ നോട്ടീസ് അടിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ച് അവർ വിധി എഴുതാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അങ്ങ് തരണം ചെയ്യണമെന്നേ ലരിയ. അതൊരു സാത്താൻ അലറുന്ന പോലെ നിങ്ങളുടെ പിശാച് അലറുന്ന അങ്ങനെ നിങ്ങൾ അലറി ആൾക്കാരെ ഓടിക്കൂട്ടരുത് അല്ലേ. പല കുടുംബങ്ങളിലും ചെന്ന് കഴിഞ്ഞ് ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്താണ് സ്തോത്രം നമ്മൾ പറഞ്ഞു വരുമ്പോൾ യഹൂദ ബാലസിംഹം ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ അലറിയ അവരെ സിംഹത്തോട് ചേർത്ത്, പിശാചിനെയും സിംഹത്തോട് ചേർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും സിംഹത്തോട് ചേർത്ത് പറയാറുണ്ട്. നമ്മുടെ കർത്താവിനെ പറയുമ്പോൾ സിംഹത്തോട് ചേർത്ത് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ യഹൂദാ ഗോത്രത്തിലെ സിംഹം, പ്രൈസ്. ഞാൻ അതിന്റെ ചരിത്രം പറയാനായിട്ടല്ല പോകുന്നത്. ഈ സിംഹത്തെ കുറിച്ച് വിവിധ നിലകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പറയാൻ വേണ്ടി വന്നതാണ്. പ്രൈസ്. അപ്പൊ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറയുന്ന പ്രയോഗം ബൈബിളിൽ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേലൂയ. ഇത് മശീഹയുടെ പ്രതീകമാണ്, ഇശായിയുടെ വേർ എന്നല്ലാതെ ദാവീദിന്റെ വേര് എന്ന പ്രയോഗം പുസ്തകത്തിലുമില്ല, നിയമത്തിലുമില്ല. യെശയ്യാ 11:1 വായിക്കുമ്പോൾ ദാവീദിന്റെ കുടുംബത്തിലാണ് യേശു ജനിച്ചത് എന്നാണ് ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തു പാപികൾക്ക് സിംഹത്തെ പോലെയാണ്. യേശു ക്രിസ്തു പാപികൾക്ക് സിംഹത്തെ പോലെയും ഭക്തർക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടുക. പ്രൈസ്. ഓരോ പാപിക്കും യേശു സിംഹത്തെ പോലെ യേശു സിംഹത്തെ, ഓരോ പാപിക്കും യേശു ക്രിസ്തു സിംഹവും ഭക്തന്മാർക്ക് എന്താ വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടുക. നമ്മുടെ വീണ്ടെടുപ്പുകാരനാ, നമ്മുടെ രക്ഷകനാ അല്ലേലൂയ. അപ്പം നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മളെ വീണ്ടെടുത്തവനും നമുക്ക് വീണ്ടെടുപ്പിന് കാരണമായി തീർന്നവനും നമുക്ക് വേണ്ടി ഉണർന്നവനും നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്നവനുമായ യഹൂദാ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന മശീഹയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ബാലസിംഹങ്ങളായിരിക്കുന്ന എന്നെ നിങ്ങളിൽ വിഴുങ്ങാനാണ് പിശാച് അലറുന്ന സിംഹം എന്ന് വരുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത നിലയിലാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അത് ഏത് മേഖലയിലായിരുന്നാലും നിന്റെ ആത്മജീവിതത്തെ നീ പണിതുയർത്തണം. നിന്റെ ആത്മജീവിതത്തെ പണിത് സാത്താൻ നിനക്ക് നേരെ തന്ത്രങ്ങളുമായി വരുമ്പോൾ സിംഹം ഒന്നിനും വഴിമാറി കൊടുക്കാത്തതുപോലെ നീ അതിനെ നേരിടണം. നേരിടാൻ അതാണ് നമുക്ക് ദൈവം ഈ കൃപ തരുന്നേ അല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രതിസന്ധികളെ, തന്റെ ശരീരത്തിൽ വലിയ വേദനകൾ ഒക്കെ ഉണ്ടായപ്പോൾ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു.
അല്ലെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ അതിന് മറുപടി കൊടുത്തത് എന്താണെന്നറിയാമോ? എന്റെ കൃപ നിനക്ക് മതിയെന്ന. അല്ലേലിയ. 2 പേര് ലേഖനം 12:9 അപ്പം ദൈവം നമ്മെ ഏത് മേഖലയിലും തകർത്ത് കളയാതെ ദൈവത്തിന്റെ കൃപ തന്ന്, ദൈവിക അഭിഷേകം തന്ന്, ദൈവ സാന്നിധ്യം നമ്മൾ ഉറപ്പിച്ച് ഒന്നിനും വഴിമാറാത്ത അലരിയ സിംഹത്തെ പോലെ നമുക്ക് മുമ്പേ നമുക്ക് നേരെ കടന്നു വരുന്ന ആക്രോശത്തെ നേരിടാൻ വേണ്ടി എന്ത് ചെയ്യും? ദൈവം കൃപ തരും. അത് ശാരീരികമായ രോഗമായിരുന്നാലും, ബലഹീനതയായാലും, പ്രശ്നമായിരുന്നാലും, കുടുംബ സാമ്പത്തിക ഞെരുക്കമായിരുന്നാലും, കടക്കിണിയായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ നീ ഏൽക്കുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടാൻ വേണ്ടിയാണ് ദൈവം നിന്നെ ബാലസിംഹത്തെ പോലെ നിർത്തി അവന്റെ കൃപ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. പ്രേക്ഷലോ. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യുവതി യുവാവി, നീ തകർന്നു പോകരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിനാണ് പദ്ധതി, നിന്നെക്കുറിച്ച് ദൈവത്തിനാണ് പ്ലാൻ. നിന്റെ മക്കളെ കുറിച്ചും നിന്റെ ഭർത്താവിനെ കുറിച്ചും നിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചുമുള്ള പ്ലാനിങ് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മധ്യയിൽ നമ്മൾ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ നാം ബാലസിംഹത്തെ പോലെ ഒന്നിനും വഴിമാറി കൊടുക്കാതെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ മുമ്പിൽ അവിശ്വാസം എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് നീ വഴിമാറി കൊടുക്കാതെ യഹൂദാഗോത്രത്തെ സിംഹമായവന്റെ മകളായി ബാലസിംഹത്തെ പോലെ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ വിഷയത്തെയും ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വചനം സംസാരിക്കുമ്പോൾ നീ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുടെ പ്രതികൂലം നിറഞ്ഞത്, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളോട് എന്തു ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടാറുണ്ട്. ജീവിതം എങ്ങനെയൊക്കെ എവിടേക്ക് എത്തിച്ചേരുമെന്നോർത്ത് നീ ഭാരപ്പെടുന്നില്ലേ? അതിന്റെ നടുവില് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നീ അല്ലരിയ ഒന്നിനും വഴിമാറാത്ത മൃഗമായിരിക്കുന്ന സിംഹത്തെ പോലെ നീ ദൈവത്തിന് ഉണർന്ന് നിനക്ക് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ നീ അതിജീവിക്കണം. അല്ലേലിയ. അപ്പൊ സിംഹത്തിന്റെ മുമ്പിൽ വരുന്ന ഇരകളെ സിംഹം കീഴ്പ്പെടുത്തുന്നത് പോലെ അല്ലേലിയ നിനക്ക് നേരെ അലറി വിളിച്ചു വരുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മലേരിയ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നതും അഭിഷേകം പകർന്നതും ദൈവകൃപ പകർന്നതും നമ്മളെ തകർക്കുവാൻ ലോകശക്തികൾ ഒന്നടങ്കം എഴുന്നേൽക്കും എന്നുള്ളത് ദൈവത്തിന് അറിയാമായതുകൊണ്ട് ലോകശക്തികൾക്ക് മുമ്പിൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിനും വഴിമാറാത്ത സിംഹത്തിന്റെ ബലം ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ ആത്മജീവിതത്തെ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി പണിയണം. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലെ ദാനിയേലിന്മേൽ കുറ്റം ചുമത്തി ആ കുറ്റം ചുമത്തുന്നതിന് വേണ്ടി ബാബിലോണിലെ പ്രധാനികൾ എല്ലാവരും തക്കം നോക്കിക്കൊണ്ടിരുന്നു. അല്ലേലിയ. പ്രവാസത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ അല്ലേലിയ ദാനിയേലിനെ അവർ പല വിധത്തിലും കുറ്റം ചുമത്തുവാൻ ശ്രമിച്ചു. അങ്ങനെ ദാനിയേലിന്റെ മേൽ വലിയ കുറ്റാരോപണങ്ങൾ കണ്ടുപിടിച്ച് ദാനിയേലിനെ പാർസികളും ഇതിന്റെ നീക്കം വരാത്ത നിയമങ്ങൾ കൊണ്ട് രേഖ എഴുതി ദാനിയേലിനെ എന്നേക്കുമായിട്ട് സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളഞ്ഞ് പിന്നത്തേതിൽ അവൻ ബാബിലോണിൽ അവന്റെ ആധിപത്യം വേണ്ട ബാബിലോണിൽ ദാനിയേലിനെ വേണ്ട, ദാനിയേലിന്റെ അനുയായികളായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ബാബിലോണില ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ അല്ലേരിയ ബാബിലോണിയർ കാണുക നിയമം പാസാക്കിയ രാജാവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം നോക്കി നിൽക്കുക എന്ത് ചെയ്തു? അല്ലേരിയ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ ദാനിയേലിനെ അല്ലേലിയ സിംഹം ഒരു കേടും വരുത്താതിരിക്കത്തക്ക നിലയിൽ ദൈവം തന്റെ ദൂതനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയച്ച് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ അയച്ച് ഇട്ടെങ്കിലും ദാനിയേൽ ഒരു കേടും കൂടാതെ സൂക്ഷിക്കപ്പെട്ടു. അപ്പം ദാനിയേലിനെ വിഴുങ്ങുവാൻ അവന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ബാബിലോണിലെ രാജാവും പ്രജകളുമെല്ലാം അലറുന്ന സിംഹം എന്ന പോലെ ദാനിയേലിന്റെ നേരെ അലറി വിളിച്ചുകൊണ്ട് നിയമം പാസാക്കി
ആമി സ്തോത്രം, സിംഹത്തിന്റെ ഗുഹയിൽ എറിഞ്ഞുകളഞ്ഞെങ്കിലും ഒന്നിനും വഴി മാറിക്കൊടുക്കാത്ത യഹൂദാ ഗോത്രത്തിലെ സിംഹമായ ബാലസിംഹമായിരിക്കുന്ന ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി സിംഹത്തിന്റെ കൂട്ടിൽ ചെന്നപ്പോൾ പിശാചിന്റെ വേഷം കിട്ടിയിരിക്കുന്ന, പിശാചിനെ പോലെ അലറി വിളിക്കുന്ന, യഥാർത്ഥത്തിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന സിംഹം, ആ സിംഹത്തിന്റെ വായെപ്പോലും അടച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമീൻ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമാണ് പറയുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സൗരി, നിന്നെ സിംഹത്തിന്റെ ഗുഹയിൽ എറിഞ്ഞു കളഞ്ഞാൽ, അത്രമേൽ പ്രതിസന്ധി നീ കടന്നുപോയാലും, ആ ഒരു സാഹചര്യത്തിലൂടെ, അതിനോടനുബന്ധമായി ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നുപോയാലും നിന്നെ തകർക്കാതിരിപ്പാൻ, അല്ലേരി നിന്നെ തകർത്ത് കളയാതിരിപ്പാൻ ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കും. രക്തം വിശ്വസിക്കുന്നത് കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് കയറ്റി കഴിഞ്ഞപ്പം പിന്നെ ഈ ദാനിയേലിനെ എടുത്തുകൊണ്ട് പോയി ഈ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടവരെയൊക്കെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടുകളഞ്ഞപ്പോൾ അവർ താഴെ ചെല്ലുന്നതിന് മുമ്പേ സിംഹം എന്ത് ചെയ്തു? അവരുടെ ആസ്തികളെല്ലാം ഒടിച്ചു കളഞ്ഞു. നമ്മൾ ഈ ദാനിയേലിന്റെ 6-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയും. നമ്മളങ്ങോട്ട് പോകുന്നില്ല. അല്ലേലിയ. ദൈവമക്കൾ ആരാണ്? ബാലസിംഹമാണ്. പിന്നെ ലോകത്തിന്റെ സിംഹത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവമകൾ ബാലസിംഹമാണ്, നമ്മുടെ പിതാവാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. അതിന്റെ നേരെയാണ് ഈ കാട്ടിലെ നാട്ടിലെ ആ സിംഹങ്ങളൊക്കെ അത് വേഷം കെട്ടി അലറുന്ന സിംഹം എന്ന പോലെ നമുക്ക് നേരെ കടന്നു വരുന്നത്. അതിനെക്കൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട. ഒരുപക്ഷെ ഇന്ന് നീ കഷ്ടതയിലായിരിക്കാം, ഇന്ന് നീ സങ്കടത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, വേദനയിലായിരിക്കാം. ആമി, ഒരു നേരത്തെ ആഹാരം നന്നായിട്ട് വീട്ടിൽ സ്വസ്ഥതയോടെ കഴിക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കാം. എന്നാലും നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. പലരോട് നമ്മൾ സംസാരിക്കാറുണ്ട്. അല്ലേലിയ. വേദനയോടെ കഴിയുന്നവരുണ്ട്. അല്ലേലിയ. ഡെയിലി ദിനംതോറും കിട്ടുന്ന പൈസ മുഴുവൻ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ കൊണ്ടത് കള്ള് കൊടുത്ത് മാറിക്കൊടുത്ത് ബീവയ്ക്ക് കൊടുത്ത് കള്ളം കുടിച്ച് വീട്ടിലേക്ക് വന്ന് സ്വന്തം ഭാര്യ നേരെ കയ്യോങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. അല്ലേലിയ. അവരുടെ നേരെ ആഘോഷത്തോടെ കടന്ന ഒരു ഭർത്താക്കൻ മദ്യപാനത്തിന് അടിമയായിട്ട് മദ്യം കുടിച്ച് വെളിവില്ലാതെ സുബോധം നഷ്ടപ്പെട്ടിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ അങ്ങാടിയിൽ വെച്ച് 4 പേരുടെ അടി മേടിച്ച് അതിനോട് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതെ അവൻ കൊടുത്ത് അടി മേടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാ? ഭർത്താക്കന്മാരെ അലറുന്ന സിംഹം എന്ന് പറഞ്ഞു പോനാ. അല്ലേ? വന്നിട്ട് എന്താ ചെയ്യുന്നത്? ജീവിതത്തിൽ തക്ക തുണയായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന യൗവനത്തിലെ ഭാര്യയെ ശത്രുവായിട്ട് കണ്ടിട്ട് ഈ അങ്ങാടിയിൽ തോറ്റിട്ട് വന്ന് ഇവനെന്ത് ചെയ്യും? അലർന്ന സിംഹം എന്ന് പറഞ്ഞ പോലെ ഭാര്യയുടെ പുറത്ത് ഇടിക്കുന്ന, ഭാര്യയെ ചവിട്ടുന്ന, അടിച്ച് തകർക്കുന്ന എത്ര ആളുകളെ നമ്മൾ ദിനത്തോടും കാണുന്നു. ഇപ്പം നിങ്ങൾ എനിക്ക് വന്ന എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അലറുന്ന സിംഹം പോലെ എന്ന് പറഞ്ഞാൽ ഈ കള്ളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവൻ അലറുന്ന സിംഹം പോലെയാ. ഇത് പറയാൻ കാരണം, ഞാനൊക്കെ എൻ്റെ ചെറുപ്രായം 36 വയസ്സ് വരെ കള്ളിൽ അടിമപ്പെട്ടു പോയ ആളാ, മയക്കിന് അടിമപ്പെട്ടു പോയ ആളാ. ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്, നമ്മളോട് സംസാരിക്കുന്ന ആരാണ്, നമ്മൾ എവിടെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന. അലറുന്ന സിംഹം എന്ന പോലെ നമ്മൾ സുബോധം നഷ്ടപ്പെട്ട് ചെയ്തു കൂട്ടുന്ന ഹീനമായ, നീചമായ, നികൃഷ്ടമായ പ്രവൃത്തികൾ എത്ര ഭയാനകമായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വന്ന പിന്നെ മനസ്സിലാക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. ചിലൊക്കെ കള്ളു കുടിച്ചങ്ങോട്ട് ആ കണ്ണുമൊക്കെ അങ്ങോട്ട് ചുമന്ന് ആ തലയൊക്കെ ആട്ടി ചുണ്ടുമൊക്കെ അങ്ങോട്ട് നീട്ടി മെലിച്ചിട്ട് നെച്ചുമൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അവൻ ഓർക്കുന്നു അവൻ വലിയ കേമിയാ, വലിയ തലയടിയാണ്. ഒന്നുമില്ല സഹോദര, നീ ഒന്നുമില്ല. യഹൂദാ ഗോത്രത്തിലെ സിംഹമായവന്റെ മുമ്പിൽ നീ ഒന്നുമില്ല. പ്രൈസലോ. നിനക്കൊരു അവസരം ദൈവം തന്നിരിക്കുക മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ഈ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നെങ്കിലേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലേലിയ. അപ്പൊ ഇവിടെ ദാനിയേലിന് സിംഹക്കുഴിയിലിട്ടെങ്കിലും ദാനിയേലിന് ഒരു കേടും വരാതെ യഹൂദാ ഗോത്രത്തിന്റെ രാജസിംഹമായി കർത്താവ് സിംഹഗുഹയിൽ ഇറങ്ങി വന്ന് സിംഹങ്ങൾ ദാനിയേലിനെ കേടുവരുത്താത്ത വിധത്തിൽ അവയുടെ വായടച്ചു. രാജാവ് അതിരാവിലെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഓടി വന്ന് ദാനിയേലിനെ സിംഹഗുഹയ്ക്കുള്ളിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു.
പ്രൈസലോട് അല്ലേരിയ. ഒരുപക്ഷെ അല്ലേരിയ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞ രാജാവ്, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളയുവാൻ ഓർഡർ കൊടുത്ത രാജാവിന് രാത്രി ഉറക്കം വന്നില്ല. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പുള്ളി രാവിലെ എഴുന്നേറ്റ് സിംഹത്തിന്റെ വീട് മുമ്പിൽ വന്നു. ദാനിയേലിനെ വിളിച്ചു. ദാനിയേല് വളരെ സ്നേഹത്തോടെ തിരുമനസിനെ വിളിച്ചു. തിരുമനസിനെ അടിയിൽ ഇവിടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. ഓർത്തു നോക്കി, എത്ര അതിശക്തമായ വചനമല്ലേ! ഇങ്ങനെയാണ് ദൈവം തന്റെ ഭക്തന്മാരെ കരുതുന്നത് കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കഠിനമായ ശോധനയുടെ പരിശോധനയുടെ നീ കടന്നുപോയാലും, പ്രതിസന്ധികളിൽ നീ കടന്നുപോയാലും, കടക്കിണിയിലൂടെ കടന്നുപോയാലും, ഞെരുക്കത്തിലൂടെ കടന്നുപോയാലും, ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ നീ അനുഭവിക്കേണ്ടി വന്നാലും, ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയുടെ അനുഭവം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിൽ നീ അനുഭവിക്കേണ്ടി വന്നാലും, സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന യഹൂദ ഗോത്ര രാജസിംഹമായിരിക്കുന്ന യേശു കർത്താവ് അവൻ നിന്റെ പ്രതിസന്ധികളിൽ വിടിവെക്കും കേട്ടോ. കരം പഠിച്ച ദൈവത്തെ അവിശ്വസിച്ച ഈ പ്രഭാതത്തിൽ ദൈവം ചിലരോടൊക്കെ ശക്തമായി ദൂത് പറയുന്നത്, ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്നതുപോലെ നിങ്ങൾ കിടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ യേശു കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളൊരു പക്ഷെ കേരളത്തിലോ ഭാരതത്തിലോ ലോക രാജ്യങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ട്, അല്ലെങ്കിൽ എന്റെ കർത്താവ് അങ്ങയുടെ സാന്നിധിയിൽ അങ്ങയെ രക്ഷകനായി സ്വീകരിച്ച് അവിടുത്തെ മകനായി മകളായി അങ്ങനെ വേദനിച്ച് ബാലസിംഹത്തെ പോലെ ഭൂമി നിർത്തിയിരിക്കുമ്പോൾ, മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയത് ഒന്നേ വഴിമാറാത്തതുമായി സിംഹത്തിന്റെ ബലവും ശക്തി എനിക്ക് തന്നെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ, എനിക്കെതിരെ കടന്നു വരുന്ന ലോകശക്തികളെ നീക്കുവാൻ ഉള്ള ബലത്തെ എനിക്ക് നൽകണമേ എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. പ്രൈസലോ. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ട് ദാനിയേലിനെ വിടിവിച്ച ദൈവം നിന്നെ വിടിവിക്കും. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെയാണ് വചനം നമ്മൾ പ്രവർത്തിക്കുന്നത്. ചിലർക്ക് വചനം എത്ര കേട്ടാലും അവരുടെ ഉള്ളങ്ങളിൽ വചനം പ്രവർത്തിക്കത്തില്ല. കാരണം കേട്ട വചനം അതുപോലെ തന്നെ അവരിൽ നഷ്ടപ്പെട്ടു പോയി. വഴിയരികെ വിതച്ചതും പാറപ്പുറത്ത് വിതച്ചതും മുള്ളിനിടയിൽ വിതച്ചതുപോലെ പലരും വചനം കേൾക്കുന്നത് അല്ലേരിയ. എന്നാൽ നമ്മൾ കേൾക്കുന്ന വചനം നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ കേട്ട വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടെങ്കിൽ അല്ലേലിയ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ആ വചനം മതി. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ നമ്മൾ വചനത്തിലേക്ക് വരണം കേട്ടോ. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിടാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കൂടെ കണ്ണുനീര് വരും. ഞാൻ ഒരിക്കൽ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി കേട്ടോ. അപ്പം ഈ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്നെ വിളിച്ചിട്ടാ കേട്ടോ, പല പ്രാവശ്യം വിളിച്ചു. അപ്പൊ എന്നെ കാണുമ്പോൾ ഓരോരുത്തർ ഞാൻ ഭയങ്കര ഗോഡീശനാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് മെസ്സേജ് കേൾക്കുന്നു, ഒരുപാട് വാക്കുകൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഗോഡീശനാന്നൊക്കെ ചിന്തിച്ചത് കേട്ടോ. അവര് വിശ്വാസികളല്ല അല്ലേലിയ. എങ്കിലും അവരുടെ വിശ്വാസം, അവരുടെ ഭർത്താവ് വിശ്വാസത്തിലുള്ള വിദേശത്താണ്. അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ പോയത് തന്നെ. അപ്പൊ അങ്ങനെ വന്ന് അവരുടെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞ്, എന്റെ പാസ്റ്റ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്യും, ഭർത്താവിന് വിദേശത്തിന് അസുഖമൊക്കെ പിടിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല, വീടിന്റെ പണി തീർന്നില്ല, വളരെ ഭാരത്തിലാണ്, ഞങ്ങൾ എന്ത് ലജ്ജിക്കപ്പെട്ടു പോയെന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് അവരുടെ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങളെ, ചില സാക്ഷ്യങ്ങളെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നവളാണ്, നല്ല കുഞ്ഞാ. അവൾ കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അമ്മ കരയാൻ തുടങ്ങി. അത് കണ്ട് അവളുടെ സഹോദരി കരയാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് എന്നോട് പറയും, മാസ് ഭയങ്കര പണക്കാരനാണ് ഞങ്ങൾ വിശ്വസിച്ചതെന്ന്. ഞാൻ അല്ല മക്കളെ, ഞാൻ പണക്കാരനല്ല. ദൈവം എന്നെ സന്തോഷത്തോടു കൂടി നിർത്തിയിരിക്കുന്നതാണ്. ദൈവം എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്ത സിംഹം പോലെ ദൈവം യഹൂദാഗോത്രത്തിലെ സിംഹമായ രാജസിംഹ കർത്താവിന്റെ മകനായി എന്നെ ഒരു ബാലസിംഹത്തെ പോലെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷം നിൽക്കുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോഴാണ് അവർക്കൊരു സമാധാനം വന്നത്. അപ്പോൾ ആ കുട്ടി പറയുക, അത്രയും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രശ്നം ചെറുതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറയുക, ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് അല്ലേരിയ. അവരങ്ങനെ ബൈബിളും നോക്കാറില്ല, ബൈബിൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ബൈബിൾ പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഓരോ ഭാഗം കാണിച്ചു കൊടുത്ത് നീ ഇന്ന് വായിക്കേ.
എന്നാലും അവൾ വളരെ ശ്രദ്ധയോടെ അത് വായിച്ചു കേട്ടോ. ഞാൻ വായിച്ചു കേട്ട് ഞാൻ പറഞ്ഞു കേൾപ്പിച്ച അവർ പറയരുത് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചതാണ്, ഞാൻ വായിച്ചു, ഞങ്ങൾ മനപ്പാഠം പഠിച്ചു വെച്ച കാര്യങ്ങൾ പറയാമെന്നാണ് പറയരുത്. അങ്ങനെ ഒത്തിരി പേര് പറയുമല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലിരുന്ന വിശുദ്ധ തിരുവെഴുത്ത് സത്യവേദ പുസ്തകം ഞാൻ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് അവൾ ആദ്യമായിട്ട് ബൈബിൾ കൈകൊണ്ട് പിടിച്ചതാണ്. അല്ലെങ്കിൽ അത് പിടിച്ചിട്ട് അവളോട് ഞാൻ തുറന്ന് ഞാൻ ഒരു ഭാഗം കൊടുത്ത് വായിച്ചപ്പോൾ ആ കുട്ടി പറയാ ഞാൻ കേശുവിനെ മതിയെന്ന്. പ്രൈസോ, ഞാൻ കേശുവിനെ പാസ്റ്റങ്ങൾ ഇത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നേക്കാൾ ഉപരിയായി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങളുടെ അരികിൽ അയച്ചെന്ന് പറഞ്ഞു. ആ സ്നേഹവും വിശ്വാസവും ഇന്നും നിലനിർത്തുക കേട്ടോ. ഇന്നും അവർക്ക് യേശുവിനെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചു പോന്നു അല്ലെങ്കിൽ ആ വീട്ടിൽ ചില അത്ഭുതങ്ങൾ നടന്നു. ഞാൻ പ്രാർത്ഥിച്ചു പോന്നു. വീട്ടിൽ നിന്ന് ഞാൻ ബൈക്കെടുത്ത് റോട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് കുട്ടി ഓടി വന്ന് എന്നെ വിളിച്ചു. അങ്ങനെ വീട്ടിലേക്ക് വിട്ടാൻ പെട്ടെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചെല്ലുമ്പോൾ എന്ത് ചെയ്തു, അവിടെ വലിയൊരു സംഭവം അല്ലെങ്കിൽ ആ വീട്ടിനോട് വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തി ആ ഭവനത്തെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞ സാരമില്ല, അതൊക്കെ ഇപ്പോഴും നീക്കുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ നമ്മളോട് നീക്കി കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് അങ്ങ് വിശ്വാസമായി. അല്ലെങ്കിൽ അതേപോലെ നമ്മളെ തകർക്കാൻ ആ വീടിനെ തകർക്കാൻ വന്നൊരു വലിയൊരു പാമ്പാണ്. അത് ആ വീടിനെ വരയം വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇപ്പം പൊക്കോളൂ. സ്തോത്രം. ഓർത്തു നോക്കിക്കേ, നമ്മളെ തകർക്കാൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിട്ടെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ നിനക്ക് നേരെ നടക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായവന്റെ മകളായ നിന്നെ ബാലസിംഹം പോലെ മൃഗങ്ങൾ വെച്ച് ശക്തീകരിൽ ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം പോലെ ദൈവം നിന്നെ ശക്തീകരിക്കും. ദാനിയേലിനെ പോലെ നീ ഏത് വിഷയത്തെ പ്രതികരിച്ച് അതിനെ നീ ജയിക്കും. എപ്പോഴും വിശ്വസിക്ക് കരം പഠിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. അപ്പം നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ഉന്നതമായ ഉയർച്ച. അങ്ങനെ എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഞാനൊക്കെ ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നറിയാമോ? എനിക്കറിയാം ഞാൻ ആരാണെന്നറിയാം. എന്നെ ആരാണ് വിളിച്ച് വേർതിരിച്ചത്? എനിക്കറിയാം എൻ്റെ രാജാവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ വീണ്ടെടുപ്പുകാൻ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായവനാ. അവന്റെ മകനായി എന്നെ ബാലസിംഹം പോലെ ഇവിടെ നിർത്തിയിരിക്കുക. ഒന്നിനും വഴിമാറി കൊടുക്കാതെ എനിക്ക് നേരെ കടന്നു വരുന്ന പ്രതിയോഗിയായിരിക്കുന്ന അലറുന്ന സിംഹം എന്ന് പറഞ്ഞ പോലെ വരുന്ന സാത്താനെ ജയിപ്പാൻ അവൻ എന്നോട് കൂടെ യേശുവിനോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാത്തിനും തരണം ചെയ്യുന്നത്. അത് നമ്മുടെ വിശ്വാസം കെടുത്തിക്കളയരുത് കേട്ടോ. വിശ്വാസത്തിന് ജയിക്കണം. അപ്പൊ ഇവിടെ ദാനിയേൽ സിംഹഗുഹയ്ക്കുള്ളിൽ ഇരുന്നത് വരെ സ്തോത്രം ഇരുന്നത് ഒരു രാത്രിയാണ്. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ഒരു രാത്രിയാണ്. എന്നാൽ ബാബിലോണിലുള്ള ദുഷ്ടപ്രധാനികൾ, ദേശാധിപതികൾ എല്ലാവരും സിംഹങ്ങളെക്കാളും ക്രൂരന്മാരായിരുന്നു. ദാനിയേലിന്റെ 17-ാമത്തെ വയസ്സിൽ ബാബിലോണിലേക്ക് വന്നത് മുതൽ 90 വയസ്സ് വരെ ബാബിലോണിലെ കൊട്ടാരത്തിലുള്ള മനുഷ്യ സിംഹങ്ങളോട് കഴിയേണ്ടി വന്നു. ദാനിയേലിനെ തന്റെ 17-ാമത്തെ വയസ്സിൽ പ്രവാസത്തിലേക്ക് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയതാ. തന്റെ 17 വയസ്സ് തൊട്ട് തനിക്ക് 90 വയസ്സാകുന്ന വരെ ബാബിലോണിലുള്ള ക്രൂര സിംഹങ്ങളെ പോലെ സ്വഭാവമുള്ള ക്രൂര ന്യായാധിപന്മാർ സ്തോത്രം ദേശാധിപതികളോടൊപ്പം ദാനിയേൽ കഴിയേണ്ടി വന്ന എന്തിനാ? എങ്ങനെയാ കഴിഞ്ഞത്? യഹൂദ ഗോത്രത്തിലെ ബാലസിംഹം പോലെ. അപ്പം നമ്മൾ ഓർത്തെങ്കിൽ പുതിയതായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പണിതെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. അപ്പൊ നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയൊരു പെൺകുട്ടി ദുഃഖത്തോടു കൂടി എന്റെ അമ്മായിയമ്മയും നാത്തൂനും എപ്പോഴും എന്റെ കുറവുകൾ കണ്ടുപിടിച്ച് എന്നെ പരിഹസിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് എന്റെ ജീവിതത്തെ അവർ നാശമാക്കി കളയുന്നു എന്ന് പറഞ്ഞു. എന്റെ അമ്മായിയമ്മയുടെ വീട് വാസ്തവത്തിൽ ഒരു സിംഹഗുഹ പോലെ ആയിരിക്കും. മരുമോള് പറയാ,
ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മരുമോളെ, നീ കൊണ്ടുവന്നതെന്തോ, നീ എന്താ കൊണ്ടുവന്നത്, നിന്റെ വീട്ടുകാരെ തന്നത് ഞങ്ങൾക്കറിയാം, എൻ്റെ മൂത്തമാൻ ഇത്ര കൊണ്ടുവന്ന് അറിയാമോ, ഞാൻ പിന്നെ സൗന്ദര്യം പറഞ്ഞ് നിറം പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് അമ്മായിമ്മയെ നാത്തൂനും എല്ലാം കൂടെ മകളെ കാണുവാൻ കഴിയും, മകളായിട്ട് കാണാൻ കഴിയുമോ, അത് പ്രസവം സൃഷ്ടിച്ച് കഴിയുമ്പോൾ ഈ മകളിപ്പോൾ മരുമോള് പറയുക, എൻ്റെ അമ്മായിമ്മയുടെ വീട് അല്ലേറിയ ആമി സിംഹത്തിന്റെ ഗുഹ പോലെയാണെന്ന്. പല വീടുകൾ അങ്ങനെ കേട്ടോ, അമ്മായിയമ്മയും മരുമോളും ഉള്ള വീടുകൾ ചിന്തിച്ചോണം. പല വീടുകളും അമ്മായിയമ്മയുടെയും നാത്തൂന്മാരുടെയും സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ട് നിന്റെ വീട് സിംഹത്തിന്റെ ഗുഹ പോലെ. അല്ലേലിയ, മാനസാന്തരപ്പെടണം കേട്ടോ സഹോദരി. അമ്മായിമേലും മരുമോനും മാനസാന്തരപ്പെടണം, നാത്തൂനെ മാനസാന്തരപ്പെടണം കേട്ടോ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന ദാനിയേലിന്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകസിംഹങ്ങളായാലും ശരി, സാത്താനി സിംഹമായിരുന്നാലും ശരി, നിങ്ങളെ ഛേദിക്കാത്ത വിധത്തിൽ, നിങ്ങളെ തകർത്ത് കളയാത്ത വിധത്തിൽ യഹൂദാഗോത്രത്തിലെ രാജസിംഹമായ ആമി യേശു നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി അല്ലേലിയ. നമ്മൾ അടിമത്തരി പോകരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അപ്പം 91 സങ്കീർത്തനം അതിന്റെ 13 വാക്യം പറയുന്നത്, സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നീ ആരാണ്? അല്ലെങ്കിൽ അവൻ തിരിച്ചറിയാം, നീ സിംഹത്തിന്മേലും അണലിന്മേലും ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അപ്പം നമ്മൾ അല്ലെങ്കിൽ ദൈവവചനത്തോട് ചേർന്ന് ആത്മീയ അന്തരീക്ഷത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മൃഗങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹം. അതെ, ദൈവം നിന്നെ ആ ഒരു അനുഭവത്തിൽ നിർത്തുമ്പോൾ ലോകപ്രകാരമുള്ള സിംഹങ്ങൾ, സാത്താനായ സിംഹം നിരക്ക് വരെ അലറി വരുമ്പോൾ അതിനെ ജയിപ്പാൻ ദൈവത്തിന് കുറവ് തരും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൂട്ടിക്കുന്ന സകല ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ, പ്രയാസം, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകളും വേദനകളും അനുഭവിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്ക് ഒരു ആശ്വാസം, സമാധാനം, സ്വസ്ഥതയും കൊടുക്കണമേ. ജീവിതത്തിൽ പ്രതിസന്ധികൾക്കൊരു മാറ്റം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ കർത്താവിയെ ആമി പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിപ്പാൻ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായ കർത്താവിന്റെ മക്കൾ ബാലസിംഹത്തെ പോലെ ഒന്നിനും വഴിവേറാത്തവരായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവിക വിശ്വസ്തയോടും വിശ്വാസത്തോടും കൃപയിലും അഭിഷേകത്തിലൂടെ ചെൽപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.